സിനിമ റിലേറ്റഡ് എന്നല്ല, പാഷന്റെ പുറകെ പോകുന്ന എല്ലാവർക്കും അതുപോലെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും റിലേറ്റ് ആവും. എനിക്ക് പ്രീ ഓറിക്കുലർ സൈനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എങ്ങനെയോ വന്നതാണ്. അതൊക്കെ എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്സ് ആണ്. ഞാനൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് രൺബീർ കപൂറിനെ കാണും എന്നൊക്കെ. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളല്ല. അപ്പം എന്താ ചെയ്യുന്നത്? അതിപ്പോ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോഴും ചോദിക്കുക അതൊക്കെ ഒരു ജോലിയാണോ, എന്തോരം നിന്ന് ഇതാ കുട്ടിയല്ലേ എന്ന് പറയുന്നതിലും എനിക്കിഷ്ടം എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതായി ഇഷ്ടം. ക്വീന്റെ മുന്നല്ല, ഞാൻ ആക്ടറാണ്. മോൻ എന്താ ചെയ്യുന്ന ജോലിയാണ്? ഗവൺമെന്റ് ജോലിയൊന്നുമില്ലേ? ജോലിയൊന്നുമില്ല അങ്കിളെ, എനിക്ക് പറയേണ്ടി വന്നു. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അശ്വിൻ ആൻഡ് ചൈതന്യ. വെൽക്കം. ചൈതന്യനെ കാണുമ്പോഴത്തേക്ക് സങ്കടവും തോന്നുന്നു. ലൈക്ക് ഡെഡിക്കേഷൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഓക്കെ ഹാപ്പിനെസ്, ബട്ട് തലയിൽ ഇതൊക്കെ ആയിട്ട് വന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തു ഇരുന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഇല്ല, എനിക്കിപ്പോൾ കുഴപ്പമില്ല. എനിക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ പടത്തിന്റെ ഒരു പ്രൊമോഷനും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവരെല്ലാം പോയി തകർത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കായിരുന്നു. അപ്പൊ ഒന്നും ഓക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ പെട്ടെന്ന് വരാം. ശരിക്കും പറഞ്ഞാല് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ കൂടുമ്പോഴാണോ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവുന്നത്? അതെ, ഹോസ്പിറ്റലിൽ കൊള്ളില്ല, ഇഷ്ടപ്പെടില്ല. ഇല്ല. എങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് നിന്നൊക്കെ പെർമിഷൻ വാങ്ങിയത് ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട്? ഡോക്ടർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ കണ്ടോളും. എത്രാമത്തെ ദിവസം? തലയിലൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് തേർഡ് ഡേ ഒക്കെ വന്നിരിക്കുക. 3 ദിവസം കഴിഞ്ഞു. കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം ഓക്കെയാണ്. ഞാൻ ഇൻസ്റ്റയില് വീഡിയോ ഇങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ടത്, കഴിഞ്ഞ ദിവസം അല്ലേ പോസ്റ്റ് ചെയ്തത്, വീണ്ടും ഇതേപോലെ ആയി എന്നൊക്കെ പറഞ്ഞു. എന്താ പറ്റിയത് ശരിക്കും? എനിക്ക് പ്രീ ഓറിക്കുലർ സൈനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ കഴിഞ്ഞ 2024 ഫുൾ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഈ ഇയർ സ്റ്റാർട്ട് ചെയ്ത സർജറിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെയും ഇൻഫെക്റ്റഡ് ആയി. അപ്പൊ പിന്നെ നമ്മുടെ സർജറി ചെയ്തു. കറക്റ്റ് നമ്മുടെ പടത്തിന്റെ സമയത്തായി പോയി എല്ലാം. ആദ്യത്തെ സർജറിയും ഷൂട്ടിന്റെ ടൈമിലായിരുന്നോ? അല്ല, ഷൂട്ടിന്റെ ടൈമിലല്ലായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്തായാലും അതെ, ഓക്കെ, അടിപൊളി ആവട്ടെ ഹെൽത്ത് ഒക്കെ. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷമാണല്ലോ ഒരു റൊണാൾഡോ ചിത്രം. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ നല്ല രസമുണ്ടായിരുന്നു ട്രെയിലറിൽ കാണാനായിട്ട്, ഒരു ടോം ആൻഡ് ജെറി പോലെയൊക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ ഷൂട്ടിംഗ് ടൈമിൽ? എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ടൈമില്? എനിക്ക് തോന്നുന്നു ചൈതന്യ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കുന്നത് നമ്മൾ ഭയങ്കര കംഫർട്ടാ. നമുക്ക് എനിക്ക് തിരിച്ചായിരുന്നു. എനിക്ക് ഫസ്റ്റ് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അശ്വിൻ ചേട്ടൻ എന്നെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയൊന്നും ഇല്ല, ഇതാണ് നീ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ഓർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ പഠിപ്പിച്ച് എല്ലാം ഇങ്ങനെ കംഫർട്ടാക്കി. എനിക്ക് തിരിച്ചാണ് പറയാനുള്ളത്. ഭയങ്കര നല്ലതായിരുന്നു. അല്ല അങ്ങനെയല്ല, നമുക്കൊരു എന്താ പറയാ, നമ്മൾ ഈ രണ്ടുപേരും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് നിൽക്കുമല്ലേ. അപ്പൊ നമ്മൾ രണ്ടുപേർക്കും ഇത് ബെസ്റ്റ് സീൻ ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇപ്പം എന്തോ ആണ് ഇപ്പൊ ചിന്ത പോകുന്നത്, ഒരു കണക്ഷൻ കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു സംഭവം ശരിക്കും ഒരു കണക്ഷൻ വേണമല്ലോ എന്തായാലും. അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും 100% കൊടുക്കാൻ പറ്റൂലല്ലോ. അല്ല, ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ മനുഷ്യരല്ലേ, നമ്മൾ ഇതൊക്കെ മനുഷ്യരാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ക്രീനിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പുറത്തെ ആൾക്ക് എന്തോ ആണ് ഒരു അൺകംഫർട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഓക്കെ ഞാൻ വന്ന് എൻ്റെ ഡയലോഗ് മാത്രം പറയുന്നു, അപ്പുറത്തെ ആള് ഡയലോഗ് മാത്രം പോകുന്നു ചിന്തിക്കാം. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന ഈ ജോബിന്റെ ഒരു ഗുണം അത് തന്നെയല്ലേ. നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമുക്കൊരു ഇമോഷൻ ഉണ്ടാവും. അതിൽ നിന്ന് മാറി നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് ഒരു ഇമോഷൻ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ചെയ്യാന്ന് പറയുന്നത്
സത്യം പറഞ്ഞാൽ ബ്ലെസ്ഡ് ആണ് നമുക്ക് അങ്ങനത്തെ ഒരു ജോബ് കിട്ടിയെന്നുള്ളത്. അപ്പൊ എന്തായാലും രണ്ടാളും രണ്ട് ഡിഫറെന്റ് മേഖലയിൽ നിന്ന് വന്ന് അവസാനം സിനിമ അല്ലേ? അപ്പൊ ഒരുപാട് ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. അതിനു മുമ്പായിട്ട് നമ്മുടെ റൊണാൾഡോയില് നിങ്ങളല്ലാണ്ട് ഒരുപാട് മറ്റു താരങ്ങളുണ്ടല്ലോ. അപ്പൊ ആരൊക്കെയാണ് വേറെ ഇമ്പോർട്ടന്റ് റോൾസ് ചെയ്തിട്ടുള്ളത്? മറ്റാരൊക്കെയാണ്? റൊണാൾഡോയിൽ മറ്റ് ഇമ്പോർട്ടൻ്റ് റോൾസ് ഇപ്പം മിഥുൻ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, പുള്ളി ഇതിലൊരു മെയിൻ ക്യാരക്ടറാണ്. പിന്നെ അർജുൻ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ ഹന്ന 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 ഇതിനകത്ത് ചെയ്തേക്കുന്ന ഒരു വളരെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അത് തിയേറ്ററിൽ ഭയങ്കര, എനിക്ക് തോന്നുന്നു സിനിമ കാണുന്നവർക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. പിന്നെ വർഷ, പിന്നെ സുബർണ, അതുപോലെ കുറേ പുതിയ ആക്ടേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അൽതാഫ് ക, ഇന്ദ്രൻ ചേട്ടൻ, ലാൽ സാറ്, അങ്ങനെ ത്രൂ ഔട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് ആക്ടേഴ്സിന്റെ ഡിഫറെന്റ് പെർഫോമൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ, നേരത്തെ പറഞ്ഞില്ലേ ഈ ലാഗ് ഉണ്ടാവില്ലെന്ന് പറയും, ആക്ച്വലി കുറെ പേരുടെ ഡിഫറെന്റ് പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഫീൽ ആയിരിക്കും ഇത് കാണുമ്പോൾ തോന്നുന്നത്. എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതില് ഈ സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതില് ചൈതന്യ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ നേരത്തെ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞ നമുക്ക് സിനിമയൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുമെന്ന് പറയത്തില്ലേ, അപ്പം നമുക്കൊരു പാർട്ണർ ഉണ്ടാവുമെങ്കിൽ എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു പാർട്ണറിന്റെ ക്യാരക്ടറാണ് ഇത്. എന്റെ അടുത്ത് അശ്വിൻ ചേട്ടനല്ലേ പറഞ്ഞത് പടം കണ്ടപ്പോ ചേച്ചി എന്റെ വൈഫ്, പിന്നെ വൈഫും ഇതിന്റെ ഒരു ഫസ്റ്റ് കട്ടില് വൈഫും കൂടി കാണാൻ അവൾക്ക് അവസരം കിട്ടിയായിരുന്നു. അപ്പൊ അവളും ഇത് കണ്ടപ്പോ അവൾക്ക് ഈ സീക്വൻസ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായി പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാഷന്റെ പുറകെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളും അവരുടെയും കൂടി ഡ്രീം ആണെന്നുള്ള രീതിയിൽ നമ്മൾ പുള്ളി എത്തില്ല ഏത് സാഹചര്യമാണ്. അത് ഇതില് ഈ ചൈതന്യ ചെയ്ത ഈ ക്യാരക്ടർ അതാണ്. അതുകൊണ്ട് തന്നെ ഇത് പടം കാണുമ്പോൾ സിനിമ റിലേറ്റഡ് എന്നല്ല, പാഷന്റെ പുറകെ പോകുന്ന എല്ലാവർക്കും, അതുപോലെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും റിലേറ്റ് ആവും. ഇപ്പൊ ചൈതന്യ നോക്കുകയാണെങ്കിലും അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോ ആക്ടർ ആവുമ്പോഴേക്ക് ചൈതന്യക്കും ആ ഒരു 100% കൊടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. അതെ, ഈസിയാണ്. പിന്നെ മാത്രമല്ല റിനോയ് ചേട്ടനെ പറ്റി എടുത്ത് പറയണം, എനിക്ക് പൊതുവെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഒരു ടേക്ക് എടുക്കുന്ന വരെ ഉള്ളൊരു ടെൻഷൻ എനിക്കത് എപ്പോഴും ഉള്ളതാണ്. അപ്പം റിനോയ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, റിനോയ് ചേട്ടാ എന്താ ചെയ്യുക, റിനോയ് ചേട്ടാ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, റിനോയ് ചേട്ടാ നീ ഇങ്ങനെ പറയല്ലേ, നമ്മളെ കൊണ്ട് പറ്റും. അയ്യോ ഒരു പാവം, ഭയങ്കര നമ്മളെ കൂടെ നിന്നിങ്ങനെ പറഞ്ഞ് അതങ്ങനെയല്ല ചെയ്യേണ്ടത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് അതങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്ത് നോക്കുക പറയുന്ന രീതിയിലുള്ള ഒരാളാണ്. ഡയറക്ടറിന് ഒരു വ്യക്തമായ ഒരു ഇതുണ്ട്, പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ വേണം പെർഫോം ചെയ്യാൻ. ഞാനാണെങ്കിലും ഇപ്പം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ഡയറക്ടേഴ്സ് ആഗ്രഹിക്കുന്ന, ഞാൻ കൂടുതൽ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് ചെയ്തതിൽ കൂടുതലും ഹ്യൂമർ ക്യാരക്ടേഴ്സാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചില ബോഡി ലാംഗ്വേജ് നമ്മൾ ഹ്യൂമർ ചെയ്യാൻ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിനനുസരിച്ച് മാറും. അപ്പം പുള്ളി എന്നോട് പറയും, എടാ എനിക്ക് ഇതിനകത്ത് നിന്റെ വേറൊരു ടൈപ്പ് വേണം, അങ്ങനെയൊക്കെ. ഭയങ്കര ടോട്ടൽ ഡിഫറെന്റ് എന്നുള്ളതല്ല, നമ്മുടെ മാനറിസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള ഒരു ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റും. അശ്വിൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, എന്നാൽ സ്റ്റിൽ ആ ആളെ എത്രത്തോളം വീണ്ടും മാറ്റാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ചൈതന്യ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പൊ പറഞ്ഞല്ലോ ടെൻഷന്റെ കാര്യം. അപ്പൊ ഞാനായാലും സ്റ്റിൽ ഓർക്കും, ഇപ്പോഴായാലും ഒരു ഇന്റർവ്യൂ എത്ര ഇന്റർവ്യൂ എടുത്താലും ഒരു ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് അത് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ ഈ സംഭവം? ഈ ഒരു ഇപ്പോഴും ചേട്ടനായാലും ഉണ്ടോ ഈ അഭിനയിക്കുന്നതിന് മുന്നേ എനിക്ക് ഒരു സെറ്റിലെത്തി എനിക്കെന്താ പറയാ, ആളുകൾ ഒരുപാട് കൂടുന്നതൊക്കെ എനിക്ക് പൊതുവെ ഇച്ചിരി പേടിയുള്ള കൂടെ. പക്ഷെ എന്റെ വർക്ക് ചെയ്ത ആർക്കും അത് മനസ്സിലാകത്തില്ല. ഞാൻ മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് കോൺഫിഡൻസ് ഞാൻ അവിടെ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തന്നെ അതെന്റെ ഒരു മറയാണ്. ഞാൻ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എനിക്ക് ഉള്ളിൽ പേടിയുള്ള ആ സ്റ്റാർട്ടിങ് ഈ പറയുന്ന പോലെ നമ്മളൊരു ഡയലോഗോ ഇതെല്ലാം ഒന്ന് പറഞ്ഞ് നമ്മൾ വൺസ് എനിക്കൊന്ന് 2-3 ദിവസമൊക്കെ ഒരു സിനിമയിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും തന്നെ ഓക്കെ നമ്മൾ ഇതായിരിക്കും. അപ്പൊ ശരിക്കും ഉള്ളിൽ ഇങ്ങനെ പേടിച്ചിട്ടാ എല്ലാവരുടെ അടുത്ത് ഇത് എന്താ അറിയോ, നമ്മൾ ആ നേരം മൊത്തത്തിൽ ഒരു ആക്ടിങ് ആണ്. നമ്മുടെ വാനിറ്റി വാനിന്ന് നമ്മൾ ഇറങ്ങി
വരുന്ന മൊമെന്റ് മുതൽ നമ്മൾ ആ കോൺഫിഡന്റ് ആണെന്ന് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഡയറക്ടറിന് തോന്നണം അയാൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, വെൽ പ്രിപ്പയർഡ് ആണെന്ന് പുള്ളിക്ക് തോന്നണം, ചുറ്റുമുള്ളവർക്ക് തോന്നണം, നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർക്ക് തോന്നണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാരും ഒരു എനർജി വരും. അല്ല നമ്മൾ ആ ഇറങ്ങി വരുമ്പോ തന്നെ ഇത് പേടിച്ചാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇറങ്ങി വരുന്നെങ്കിൽ ഡയറക്ടറിനും ചിലപ്പോ തോന്നും അയ്യോ ഇത് എങ്ങനെയാണ്. അപ്പൊ ഡയറക്ടറിന് ചിലപ്പോ കറക്റ്റ് ജഡ്ജ്മെന്റിൽ നമ്മളോട് പറയാനും പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം വേണം. ഏറ്റവും ടെൻഷൻ അനുഭവിച്ചത് ആരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിരുന്നു? അത് നമ്മൾ ഈ ഒരു മൂവി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ ഇത്ര നാൾ ചെയ്ത് ആരുടെയെങ്കിലും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന തലേ ദിവസമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ടോ? നാളെ ഇന്നയാളെ എന്റെ ഡ്രീം ആയിട്ടുള്ള ആളെ കാണുന്നു, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനല്ല, എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2 ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ, അല്ല 2 അല്ല, ഇപ്പൊ ഈ സിനിമയും കൂടി കൂടുമ്പോൾ ഇതില് ലാൽ സാറിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി, ഗൗതം സാറിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ജോണി ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മള് ഡ്രീം ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടെങ്കിൽ കൂടി. പക്ഷെ എനിക്ക് തോന്നിയത് എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള സ്റ്റാർട്ടിങ്ങിലൊരു പേടി അതെല്ലാരും ഉണ്ട്. അപ്പൊ പുതിയ ആളുടെ കൂടെ അഭിനയിക്കുമ്പോ ഒന്നുമില്ല, എല്ലാവരും എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ഒരു പേടിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ പ്രോസസ്സാ, ഈ പേടി ഞാൻ അവിടെ കാണിക്കത്തില്ല. പിന്നെ അഭിനയിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ സ്വയം ചിന്തിക്കുന്നത് ഞാൻ വേൾഡിലെ ഏറ്റവും നല്ല ആക്ടറാണ് ഞാൻ. അപ്പോഴേ നമുക്ക് വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആരുടെ സഹായം വേണ്ട, മതി. ചൈതന്യക്ക് അങ്ങനെ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഡ്രീം ആയിട്ടുള്ള ഒരാളെ കാണാൻ പോകുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നാളെ ഞാൻ ഇയാളെ കാണും, അല്ലെ അങ്ങനെ ഒരു ടെൻഷനും ഒരു എക്സൈറ്റ്മെന്റും അങ്ങനെയൊക്കെ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പടത്തിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാൽ സാറുണ്ട്, അതും ആദ്യത്തെ ദിവസത്തിലുള്ള ഒരു ഷൂട്ടായിരുന്നു. അപ്പം എന്റെ എന്തോ ഫസ്റ്റ് സീൻ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സീന് ലാൽ സാറുമായിട്ട് എല്ലാരും കൂടെ ഇരുന്നിട്ടുള്ള ഒരു സീനായിരുന്നു. ടെൻഷനായി പോയി. എന്നിട്ട് ഫൈനൽ ഔട്ട് പക്ഷെ ഇല്ലാട്ടോ, ആ ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് ഇപ്പം അശ്വിൻ ചേട്ടൻ പറഞ്ഞ പോലെ അത് അധികം ആരും അറിയത്തും കാണില്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. പക്ഷെ ആ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു, ടെൻഷനും പോയി. പിന്നെ നമ്മൾ അത് ഓർക്കില്ല, നമ്മുടെ ടെൻഷനിലാണെന്നോ അങ്ങനെയൊന്നും ഓർക്കില്ല, നമ്മൾ ആ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കാതെ. മൂവി മാറ്റി നിർത്തുവാണെങ്കിൽ അല്ലാണ്ട് ഇതേപോലെ വേറെ സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോഴോ ഇതേപോലെ ഒരു ഫാൻ ഗേൾ മൊമെന്റ് വന്നിട്ടുണ്ടോ? ഒരു ഇവന്റിന് പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്, രൺബീർ ചെറുതൊന്നും അല്ല, ആ കാര്യമേ ഞാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അതെങ്ങനായിരുന്നു ആ ഒരു എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? അതെനിക്ക് കാണുന്നവരെ ഒരു നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് രൺബീർ കപൂറിനെ കാണും എന്നൊക്കെ. അപ്പം കാണുന്നവരെ പുള്ളിന്റെ ഫസ്റ്റ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നവരെ ഞാനിങ്ങനെ ഇത് ഒറിജിനൽ ആണോ അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നവരെ ആരുടെങ്കിലും സംഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്റെ ടീമിനൊക്കെ അറിയായിരുന്നു. അതെ, ഫോട്ടോ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? ഇൻബോക്സ് നിറഞ്ഞോ ഫോട്ടോ? അത് ഞാൻ മെസ്സേജ് നീ കണ്ടോ എന്തൊക്കെയാ സംസാരിച്ചതൊക്കെ ഞങ്ങളല്ലേ, എല്ലാവർക്കും നമ്മൾ എക്സൈറ്റഡ് ആയി പോയി പെട്ടെന്ന് ഞാൻ ഫോട്ടോഷോപ്പാണോ അങ്ങനെയൊക്കെ ആളുകൾക്ക് ഡൗട്ട് വന്ന് കാണുമല്ലോ. എനിക്കറിയില്ല, ചിലപ്പോ ഡൗട്ട് വന്ന് കാണുമായിരിക്കും. പക്ഷെ പിന്നീട് വീഡിയോ വന്നപ്പോ വീഡിയോ ചെയ്തപ്പോ ശരിക്കും ആ മൊമെന്റിലൊക്കെ എന്താ ജീവിക്കുമായിരുന്നല്ലേ? അയ്യോ, അത് എന്താ പറയാ, അതിങ്ങനെ നമ്മൾ അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ നോക്കി സംസാരിക്കാൻ പറ്റും. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സോളം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. റീൽ പ്ലാനിങ് എങ്ങനെയായിരുന്നു? ഓൾറെഡി നമ്മൾ കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അത് അവര് അപ്രൂവ് ചെയ്തായിരുന്നു. അപ്പോ ആ ടൈമിൽ എന്നാലും നമ്മള് തമിഴായിരുന്നു ഞാൻ ചെയ്തത്, തമിഴിലായിരുന്നു ചെയ്തത്. അപ്പം തമിഴ് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ഇങ്ങനെ നല്ലൊരു ഇതായിരുന്നു. ഭയങ്കര പ്രഷറായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഭയങ്കര ഹംബിൾ ആയിരുന്നു. എനിക്ക് ഒരു ടേക്കും കൂടെ ഒരു ഷോട്ട് എടുത്തു, അപ്പൊ എനിക്കത് ഒരു ടേക്കും കൂടെ പോയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പറയുന്നത് വലിയൊരാള്. പക്ഷെ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു നമുക്ക് ഒരു ടേക്കും കൂടെ എടുക്കാം, മനസ്സിലാക്കി പറഞ്ഞു. അപ്പൊ ഹംബിൾ ആയിരുന്നു, ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള, എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ.
ശരിക്കും മെസ്സേജ് ഒക്കെ അയച്ചു നോക്കിയായിരുന്നു അല്ലേ, ഇത് ശരിയാണോ അറിയാം? ഇല്ല നമ്മളല്ല, അങ്ങനെയല്ല, നമ്മള് എനിക്ക് അറിയാം ഒരു excitement. അത് അങ്ങനെ മെസ്സേജ് അയച്ചാൽ കാരണം നമ്മളല്ല ആരാണെങ്കിലും നമ്മൾ അങ്ങനെ അയച്ചു പോവല്ലോ ആ ഒരു മൊമെന്റ് കാണുമ്പോ വേണ്ടും. ഇപ്പം അശ്വതിയുടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ മൂവീസ് ഒക്കെ ഇങ്ങനെ ചെയ്തു, ആദ്യമായിട്ട് ഈ പബ്ലിക്കിൽ ഇറങ്ങി ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, അതൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആദ്യത്തെ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു, ആളുകൾ തിരിച്ചറിയുന്ന ആ ഒരു ഫീല്? അത് ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക്. ക്വീൻ ഇറങ്ങിയിട്ട് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഓരോ തിയേറ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പൊ കൊടുങ്ങല്ലൂര് ലാലേട്ടൻ ഫാൻസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ ഒരു ഷോ നടത്തുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് വന്ന സമയത്ത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഫുൾ ഫാൻസുകാർ മൊത്തം വെളിയിൽ നിൽക്കുന്ന ഈ ലാലേട്ടന്റെ ഈ പാട്ട്. അപ്പം ആ നേരം എന്നോട് ഷാരിസൊക്കെ പറഞ്ഞു, എടാ വണ്ടിയുടെ മേളിൽ കയറാന്ന് പറഞ്ഞു, വണ്ടിയുടെ മേളിൽ കയറാവ്. ഞാനിങ്ങനെ ഒന്ന് കേറിയപ്പോഴത്തേക്കും ഫുൾ എല്ലാരും കൈയടിക്കുന്നു. അപ്പത്തേക്കും ഞാൻ ആ പാട്ട് പാടി, അപ്പത്തേക്കും അവൻ അതിനൊരു റിയാക്ഷൻ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് പറ്റിയ ഭയങ്കര ഫീലായി പോയി. ഞാനന്ന് എനിക്ക് തോന്നുന്നു എല്ലാരോടും ഞാൻ വിളിച്ച് പറയുമായിരുന്നു, ഞാൻ ഇങ്ങനൊരു ഇതുണ്ടായതാണ്. അതെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തി, നമ്മൾ ഈ പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ നമ്മൾ ലുലുവിൽ ഇപ്പം മമ്മിയോട് സാധനം മേടിക്കാനോ ഒക്കെ പോകുമ്പോഴത്തേക്കും എല്ലാരും ഫോട്ടോ എടുക്കാൻ വരുന്നു, ഇങ്ങനെ വരുന്നു. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ പോലും ആൾക്കാര് നമ്മളിപ്പോ പോലും ഒരു മൊമെന്റിൽ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം. ചില നേരത്ത് നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ ലൈക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആ ഡൗട്ട്ഫുൾ ഒക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അപ്പൊ പറയുന്നത് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, നമുക്ക് സ്റ്റിൽ നമുക്ക് ഹോപ്പ് ഉണ്ട്, നമ്മളെ ഫോട്ടോ എടുക്കാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറയുന്നത് വലിയ സന്തോഷമല്ലേ? ശരിക്കും ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടാ. ആ സാധനത്തിലാണ് ഈ പോക്കുമല്ല പോകുന്നത്. ഇത് ഭയങ്കര റിലേറ്റബിൾ ആ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില സമയം നമ്മളൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ട് വരുമ്പോഴായാലും ചില സമയം നമ്മൾക്ക് ഒരു തോന്നൽ വരും, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, നമ്മളൊരു നല്ലൊരു ആങ്കർ അല്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോഴായിരിക്കും ഒരാളുടെ മെസ്സേജ്, ഈ ഇന്റർവ്യൂ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു കമന്റ് നല്ലതായിരുന്നു, അതൊരു ഭയങ്കര കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ട് ആ ഫീല്, അതിങ്ങനെ ഉണ്ട്. ആ ഫസ്റ്റ് മൊമെന്റ് അല്ലേ, ഇപ്പോഴും നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ് ആ ഫീലില്. ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ദൈവമായിട്ട് ഓരോരുത്തരെ കൊണ്ടുവരുന്ന പോലെ. ഉറപ്പായിട്ടും. ഞാന് എൻ്റെ വൈഫ് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ചില ജിമ്മും വർക്കൗട്ടിനൊക്കെ പോകുന്ന സമയത്ത്, ചില നേരത്ത് ബസ്സിൽ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു മലയാളി കാണും അവിടെ വർക്ക്. പുള്ളി ചിലപ്പം മൂവിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വന്നായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ അവരോടൊക്കെ അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ, നമ്മൾ എന്തൊരു ബ്ലെസ്ഡ് ആണ്, നമുക്ക് ഏത് പൊസിഷനിലാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് നമ്മൾ. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുടെ ഒക്കെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് വേറൊരു ഫീൽ അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് പറയുമ്പോ പോലെ അല്ലല്ലോ ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട്. പക്ഷെ എന്റെ വീട്ടിൽ എപ്പോഴും ആരെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ പോകുമ്പോ എല്ലാരും എന്നെ കളിയാക്കും. എന്തായാലും നമുക്കൊരു ഇതല്ലേ, വീട്ടുകാരുണ്ടല്ലോ, അപ്പൊ ഒരു പ്രൗഡ്, പ്രത്യേക ഒരു പ്രൗഡ് ഫീൽ അല്ലേ? വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ അവള് ഫോട്ടോ ഒക്കെ എടുത്ത് അവളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, കൊള്ളാം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പറയും. ചൈതന്യക്ക് ഇങ്ങനെ എന്തായാലും ഒരുപാട് പേര് വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് ആളുകൾ ഇതേപോലെ തിരിച്ചറിഞ്ഞ് മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു? അങ്ങനെ മെമ്മറിയിൽ ഇപ്പൊ അങ്ങനെ വലിയ ഇൻസിഡൻസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നെ കുറച്ചു പേരൊക്കെ ഇങ്ങനെ വന്ന് അടുത്ത് സംസാരിക്കുക, ഇന്ന കുട്ടി അല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് ഞാനിങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ടിക്ടോക്കില്. ഞാൻ ഇങ്ങനൊരു സ്റ്റേജൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് തുടങ്ങിയ ഒരാളെ അല്ല. അപ്പോൾ ഓരോ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ദൂരെ നിന്ന് ഇത് ആ കുട്ടി അല്ലേ എന്ന് പറയുന്നതിലും എനിക്കിഷ്ടം എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം. അറിയില്ലെങ്കിൽ പോലും ചിലർക്ക് പേരറിയില്ലായിരിക്കും, പക്ഷെ ഫേസ് എവിടെയെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, എൻ്റെ പേര് ചൈതന്യ. അങ്ങനെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. അപ്പൊ തുടക്കത്തിലേക്ക് ഇങ്ങനെ അറിയുമ്പം ഞാൻ ഒന്നും ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ എനിക്കും ഭയങ്കര ഒരു എന്റെ ദൈവമേ. ഞാൻ ചൈതന്യയുടെ ഒരു നല്ലൊരു മൊമെന്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റൊണാൾഡോ ചിത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്ലോക്കിന്റെ അവിടെ പെട്ടെന്ന് ഈ ബസ്സും വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നത്. ആ ബസ്സിലുള്ളവരെല്ലാരും ചൈതന്യ എനിക്ക് തോന്നുന്നു നേരം എന്തോ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു, അജിക്കാണോ അതാണോ അങ്ങനെ എന്തോ ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താ
ഫുള്ള് ആൾക്കാര് ഇങ്ങനെ ചേച്ചിമാരും ഒക്കെ ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അതെ അതെ നമ്മള് റോഡിൽ നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു പക്ഷെ അശ്വിൻ ചേട്ടന്റെ കാര്യമല്ലോ, ഞാൻ ഫസ്റ്റ് ഈ പടത്തിലോട്ട് വരുമ്പോ എന്നെ വിളിച്ചു, റിനോയ് ചേട്ടൻ ഇങ്ങനെ വിളിച്ചു. ഞാൻ ഇങ്ങനെ കഥയൊക്കെ കേട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു അശ്വിൻ ജോസ് നായകൻ. അപ്പം ഇതുപോലെ ക്യൂൻ കഴിഞ്ഞ് കളർ പടമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര അശ്വിൻ ചേട്ടനെ എനിക്ക് അറിയുകയും ചെയ്യാം, ആക്ടിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ പറയും അശ്വിൻ ചേട്ടനാണോ, അശ്വിൻ ജോസാണോ, സീൻ എല്ലാം ഫിക്സ് ചെയ്തു. എന്നെ മതിയല്ലേ? അല്ല അങ്ങനെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല ഞാൻ പറഞ്ഞത് ഈ ഫാൻ മൊമെന്റിന്റെ ഒരു ഇത് ഞാൻ അന്ന് കണ്ടതാ. ഇങ്ങനെ എല്ലാം നിൽക്കുമ്പോ ഒരു ബസ്സിൽ എല്ലാരും വന്ന് ഇങ്ങനെ കൈ കാണിക്കാന്നൊക്കെ പറഞ്ഞ അതൊക്കെ നമ്മൾക്ക് മറ്റേ ഫീൽ അല്ലേ? അതെ അതെ അതെ, നമ്മള് എല്ലാവർക്കും ഒരു ആഗ്രഹമല്ല അങ്ങനെയൊക്കെ. ചൈതന്യ ഇത്ര ചെറിയ കുട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാല് സ്റ്റാർ മാജിക്കിലൊക്കെ വന്നപ്പോഴേ എല്ലാവർക്കും ഏജ് ഒക്കെ മനസ്സിലായത് അല്ലേ? ചെറിയ കുട്ടി അതിനു മുമ്പ് ചിലപ്പോ ഒരു 17 വയസ്സിലൊക്കെ ഇടുമ്പോ തന്നെ എല്ലാരും ചിലപ്പോ വിചാരിച്ചില്ലേ 20s-ലാണെന്നൊക്കെ അല്ലേ എല്ലാരും അതെ. പിന്നെ അപ്പൊ അത് +2-ലൊക്കെ അല്ലേ ആ സമയത്തൊക്കെ? ഞാൻ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നപ്പോ +2-ല്. ഞാൻ ആ സമയത്ത് ഞെട്ടിട്ട് +2-ല് പഠിക്കുന്ന കുട്ടിയായിരുന്നോ? വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഇത്തിരി കൂടെ വലിയ കുട്ടിയാണെന്നൊക്കെ, പിന്നെ സ്കൂൾ കുട്ടിയാണെന്നൊക്കെ. ഈ മറ്റേ കണ്ടന്റ് സിനിമാറ്റിക് ആയിട്ട് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ സ്റ്റാർട്ടിങ് ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളല്ലേ ചൈതന്യ? അതിനു മുമ്പേ കൂടുതൽ പേരും ഫോണിലൊക്കെ തന്നെ ആയിരുന്നു. അതിനോടുള്ള ആ ഒരു ഐഡിയ എവിടുന്നായിരുന്നു കിട്ടിയത്? വീഡിയോഗ്രാഫർ തന്ന ഐഡിയ ആണോ അതോ? അല്ല, ഞാൻ തുടക്കം എടുത്തത് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ നെയ്ബറാണ് ചേട്ടൻ. കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ ഞാൻ നാട്ടില് നമ്മളെല്ലാരും പെട്ടിങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എല്ലാരും ഇങ്ങനെ ഇരുന്നപ്പോ ചുമ്മാ എടുത്ത് തുടങ്ങിയതാണ് ഒരു വീഡിയോ DSLR-ല്. അതിന് മുന്നേ എടുത്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് ഇനി ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയൊന്നും ആ ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വീഡിയോ ഞങ്ങൾ ഒരു റിക്രിയേഷൻ പോലെ ചെയ്തത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ശ്രുതി 3 മൂവിയിലെ ശ്രുതി ഹാസന്റെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ശ്രുതി ഹാസൻ സ്റ്റോറിയിലൊക്കെ ഷെയർ ചെയ്തു. വലിയ സംഭവമായിരുന്നു എനിക്ക്. ഇതുവരെ എന്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ശ്രുതി ഹാസനൊക്കെ വീഡിയോ ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെ സോ അതിനുശേഷം പിന്നെ കൊറോണ ടൈം ഫുൾ കുറേ ഞങ്ങളിങ്ങനെ കണ്ടന്റ്, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് അതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറെ പേരും കൂടി പിന്നെ ഈ എന്താ പറയാ ക്യാമിൽ എടുക്കുന്നതായി, പിന്നെ അതായത് ക്വാളിറ്റി കണ്ടന്റ്സ്. പിന്നെ അങ്ങനെ അതിന് തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടക്കം ഞാനാണോ ഇട്ടേന്ന് അറിയില്ല, പക്ഷെ തുടക്കത്തിലുള്ള കുറച്ച് പേരിൽ ഒരാളായിരുന്നു ഞാനെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ദൈവവിശ്വാസമുള്ള ആളാണോ? എല്ലാം നേച്ചർ ബ്ലെസ്സിങ്സും കൂടെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്, എല്ലാം വന്നു ചേരുന്ന പോലെ അല്ലേ? അങ്ങനെ നമ്മള് കഷ്ടപ്പെടുന്നുണ്ട്, അപ്പം വർക്ക് കിട്ടും. ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഈ കൂട്ടത്തിൽ ഫീൽ ചെയ്ത സംഭവം എന്തായിരുന്നു? ഏത് ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചത്? എന്റെ ലൈഫിൽ ഓരോ ടേണിംഗ് പോയിന്റും, ഇപ്പോ ഈ റൊണാൾഡോ ചിത്രം വന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ മാജിക്, അതുപോലെ ഞാൻ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാം ഞാൻ അങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സംഭവമൊന്നുമല്ല, എങ്ങനെയോ വന്നതാണ്. അതൊക്കെ എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്സ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ടേണിംഗ് പോയിന്റ്സ് ആണ് അതൊക്കെ. പലരുടെയും ലൈഫ് പല രീതിയിലാണല്ലോ. ചിലരുടേത് ഇതേപോലെ പ്രതീക്ഷിക്കാതെ ഓരോ ട്വിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ചിലരെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ഇത് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിൽ അശ്വിൻ ചേട്ടനെ പെടുത്താൻ പറ്റും? പ്ലാൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഫുൾ പ്ലാൻ, ഒരുപാട് പ്ലാൻ ഉണ്ട്. പക്ഷെ ആ പ്ലാൻ നടക്കണമെന്നില്ല. ആ പ്ലാൻ ഇല്ലാതെ വരുമ്പോൾ അടുത്ത പ്ലാൻ ഇടുക, വീണ്ടും പ്ലാൻ ഇടുക എന്നുള്ള ഒരു കൂട്ടത്തില്ല ഞാൻ. പിന്നെ എന്താണെന്ന് അറിയോ, ഈ നമുക്ക് ഈ എന്താ പറയാ സിനിമയിലേക്ക് ഞാൻ വന്നതും ഇതൊക്കെ ഞാൻ ആദ്യം കുറേ ഓഡീഷൻസിന് പോകുമായിരുന്നു. പിന്നെ ആ ഓഡീഷൻസ് ഒക്കെ ആ സമയത്ത് കുറേ ഫേക്ക് ഓഡീഷൻസ് ഒക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈമിൽ ഞാൻ ഓക്കെ, ഞാൻ എന്തെങ്കിലും റൈറ്റ് ചെയ്തിട്ട് അത് പ്രോജക്റ്റ് ആക്കാൻ നടക്കാമെന്ന്.
അതും ഒരു പോയിന്റ് ഇങ്ങനെ നടക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും എൻ്റെ പരിചയത്തിൽ ഒരു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു പടത്തിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട്, പുതിയ ആൾക്കാരെ വേണ്ട, ക്വീൻ എന്നൊക്കെ പറഞ്ഞു, പോയി നോക്കാമെന്ന് പറഞ്ഞു. ചുമ്മാ പോയി നോക്കി. അപ്പം ഈ ഓഡീഷൻസ് ഒക്കെ ഫേക്ക് ആണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഓഡീഷന് പോയപ്പോ മറ്റേ ഫീൽ ഏത് ഭയങ്കര എക്സൈറ്റഡ് ഒന്നും അല്ല. ഇവരും പറ്റിക്കുമായിരിക്കും, ഇവരും പറയുമായിരിക്കും. നോക്കുമ്പോ ഓഡീഷന് ഞങ്ങൾ മറ്റേ ക്യൂ ഒക്കെ നിൽക്കുമ്പോ എല്ലാവർക്കും ജ്യൂസ് ഒക്കെ തരുന്നു. ഓഡീഷന് ജ്യൂസ് ഒക്കെ, സാധാരണ വെള്ളം പോലും തരാറില്ല, ജ്യൂസ് തന്നു. അപ്പോഴത്തേക്ക് ഓക്കെ, അതിലൊരു ഇങ്ങനൊക്കെ എനിക്കുള്ള കിഡ്നി എഴുതിയെടുക്കും, പുതിയ പരിപാടി നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ വന്ന് നമ്മൾ അവിടെ ആ ഓഡിഷനിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്തപ്പം അങ്ങനെ ഇങ്ങനെ കുറെ പറഞ്ഞു, എല്ലാം ചെയ്ത് വരുമ്പോ ഞാൻ ആ ഡോർ ഇങ്ങനെ അടയ്ക്കാൻ നേരം ജസ്റ്റ് എൻ്റെ പെരിഫറൽ വ്യൂസിൽ എനിക്ക് കാണാം, ലൈക്ക് ഇങ്ങനെ അടയ്ക്കാൻ നേരം ഇതിന്റെ ഡയറക്ടർ ഡിജോ ചേട്ടനും ഇത് ക്യാമറ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നു അന്ന് ഗോദയുടെ ക്യാമറമാൻ ആയിരുന്നു ആദ്യം ചെയ്യാനുണ്ട്. അപ്പൊ വിഷ്ണു ചേട്ടൻ ഇവര് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മറ്റേ കൊള്ളാന്നുള്ളൊരു റിയാക്ഷൻ. ഓക്കെ, അത് കിട്ടുവോ കിട്ടില്ലേ? പിന്നെ ഞാൻ ഓർക്കും ഞാനിങ്ങനെ കുറെ ആഗ്രഹിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടാതെ നോക്കുമ്പോ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിളി വരുന്നു. ആ സമയം എന്ന് പറഞ്ഞാൽ വീട്ടില് മറ്റേ ഗൾഫിലേക്ക് മറ്റേ പഠിത്തം കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയിരിക്കും. അപ്പം ഗൾഫിൽ അതിന്റെ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ലിറ്ററലി ആ സമയത്ത് ഇങ്ങനൊക്കെ രീതിയിലാണ് ഞാൻ പറഞ്ഞു ഒരു തവണ ഞാൻ ഇത് ചെയ്തു നോക്കിയിട്ട് ഞാൻ ഇത് ചെയ്യാൻ യോഗ്യനല്ലെന്ന് തോന്നുന്ന നിമിഷം ഞാൻ ഇറങ്ങും എന്ന്. ഞാനിങ്ങനെ ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ കോൾ വരുന്നത്. അതിൽ സെലക്റ്റഡ് ആയി നെക്സ്റ്റ് ഓഡിഷൻ വിശ്വസിച്ചായിരുന്നോ കോൾ വന്നപ്പോ? ശരിക്കും ഇല്ല, ആ കോൾ എനിക്ക് ആ നേരം ഭയങ്കര ഒരു ധൈര്യമാണ്. ഞാൻ അത് നമ്മുടെ വീട്ടിൽ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു മൂഡിലാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 2-3 ഓഡീഷൻസ് കഴിഞ്ഞാണ് സെലക്ട് ആവുന്നത്. അപ്പം ആ സെലക്ട് ആയി അതില് 2-3 ഓഡീഷൻസ് ഉണ്ടായിരുന്നു. 2-3 തവണ ഞങ്ങൾ 3000 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ വന്ന ഞങ്ങൾ അവസാനം ഒരു 8 പേരാവുന്നത്. അപ്പൊ അതിൽ വന്ന് എനിക്ക് ലാലേട്ടന്റെ ഫാനായിട്ട് ആണെന്നുള്ള ക്യാരക്ടർ പറയാ. ഞാൻ മമ്മൂട്ടി ഫാൻ ആണ്, എനിക്ക് ലാലേട്ടന്റെ ഫാൻ ബോയ് ആയിട്ട് അഭിനയിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞാലില്ലേ ചിലതൊന്നും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതൊക്കെ ആ രീതിയിൽ അത് വന്ന് വരുക. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഏത് ഒരു സിനിമയിൽ പറയും, അവര് പറയും യു ആർ സെലക്ടഡ് എന്ന് പറയും, അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വരുന്ന വഴി രീതി നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഈ പോക്ക്. മനസ്സിലായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചൈതന്യ ആണെങ്കിൽ ഇപ്പൊ ഒരു തവണ വീഡിയോ ചെയ്യുമ്പോൾ ചുമ്മാ ചെയ്തു, പിന്നെ ചെയ്ത് ഒരു പോയിന്റ് ഉണ്ടല്ലോ, എന്നായിരിക്കും എന്നെ സിനിമയിൽ നിന്ന് വിളിക്കുന്ന ഒരു കോളൊന്ന് വെയിറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? എനിക്ക് സിനിമ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോ പക്ഷെ എനിക്ക് എങ്ങനെയാ ഒരു വഴിയില്ല, എനിക്ക് അറിയില്ല എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ വീഡിയോസിലൂടെയാണ് കുറെ പേരൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർ മാജിക്കിൽ എത്തിയത്. അങ്ങനെയാണ് ഞാൻ ഒരു മ്യൂസിക് വീഡിയോ, മനസ്സിൽ ഞാനാണോ എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പടത്തിൽ വരുന്നത്. അപ്പോ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹം വരും. അപ്പൊ നമ്മൾ ഓർക്കുമല്ലോ എപ്പോഴും അതിന്റെ ഒരു നെക്സ്റ്റ് പോയിന്റ് എപ്പോഴാ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സമയം നമുക്ക് നമ്മുടെ ആഗ്രഹവും ഈ ചില നേരത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന ഇതെല്ലാം ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മുടെ ലൈഫും പോകുന്നത്. ഇപ്പോ ചൈതന്യ ഒരു കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഡേ ബൈ ഡേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഇയേഴ്സ് ആയവരാണ്. ആ ഒരു ട്രെൻഡിനൊപ്പം നിൽക്കാനും എന്താ പറയുക, പുതിയ ആളുകൾ വരുന്നു. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു പൊസിഷൻ അതുപോലെ നിലനിർത്തണം. അതിന് എഫേർട്സ് കൂടുതൽ എടുക്കേണ്ട ആവശ്യം വരാറുണ്ടോ? എഫേർട്സ് എടുക്കണം. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു കോണ്ടന്റ് ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് അത്ര വലിയ പെട്ടെന്ന് കോണ്ടന്റ് കിട്ടുന്ന ഒരു രീതിയിലല്ല എൻ്റെ മൈൻഡുള്ളത്. ഞാൻ കുറെ ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ട്രെൻഡ് നോക്കണം. ഇപ്പൊ ഫാഷൻ, ബ്യൂട്ടി, അങ്ങനെ കുറെ ഏരിയാസ് ഒക്കെ വന്നു. നമ്മൾ തുടങ്ങിയ പോലെയല്ല, തുടക്കത്തിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒരു ഫോൺ എടുക്കുക, വീഡിയോ ചെയ്യുക, അങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറെ എന്താ പറയാ സെക്ഷൻസ് ആയിട്ട് വന്നു. ബ്യൂട്ടി ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഫാഷൻ ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതെ കോമഡി. അപ്പൊ നമ്മള് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, തിങ്ക് ചെയ്ത്
നോക്കും നമുക്ക് ഏതാ വർക്ക് ആവുന്നത്, ഓഡിയൻസിന് ഏതാ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ കുറെ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ പോലെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ചില കോണ്ടന്റ് ഇടുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അപ്പൊ നമ്മൾ പിന്നെ അത് മാറ്റി പിടിക്കണം, അങ്ങനെ. ഞാനിങ്ങനെ ഇതിനു മുമ്പായാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ ചില ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബർ ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് അതിനെ ഒരു ജോലിയായിട്ട് കാണാത്ത ആളുകളുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിനെ ഒരു ലൈക്ക് അതും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സംഭവമാണല്ലോ, എന്നാൽ അതിനെ അതിൻ്റെതായ പ്രാധാന്യം തന്ന് ഒരു ജോലിയായിട്ട് കാണാത്തതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അതിപ്പോഴും ഞാനിപ്പം എന്താ ചെയ്യുന്നത്, അതിപ്പോ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോഴും ചോദിക്കുക അതൊക്കെ ഒരു ജോലിയാണോ, സിനിമ മെയിൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേന്ന് ചോദിക്കുന്നവരാണ്. ഇപ്പൊ നമുക്ക് ഇത് പറഞ്ഞപ്പോഴേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് അങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ചിരിച്ചെന്താണെന്നറിയോ? സിനിമ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ, ഫ്രണ്ടിന്റെ വൈഫിന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ അങ്കിൾ ഇങ്ങനെ എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ആക്ടറാണ്. ഞാൻ സിനിമ കഴിഞ്ഞിട്ടൊക്കെ, സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ക്യൂവിന്റെ മുന്നല്ല, ഞാൻ ആക്ടറാണ്. അതെ, മോൻ എന്താ ചെയ്യുന്ന ജോലി? ഗവൺമെന്റ് ജോലിയൊന്നുമില്ലേ? ജോലിയൊന്നും ഇല്ല അങ്കിളെ എനിക്ക് പറയേണ്ടി വന്നു. എനിക്ക് അങ്കിളിനെ ഇനിയിപ്പോ പിന്നെ പോയി തിരുത്തിയിട്ട് ഞാൻ വീട്ടിൽ ചുമ്മാ വന്നല്ലേ, ഞാൻ ഇപ്പൊ പോയി ജോലിയൊന്നും ഇല്ല, ഇങ്ങനെ സിനിമയൊക്കെയാണ് അങ്കിളെ എന്ന് പറഞ്ഞു. അല്ല, നമുക്ക് കൂടുതലൊന്നും ഇപ്പൊ അവിടെ പോയൊന്നും തിരുത്തിയിട്ട് ഞാനിപ്പോ അവിടെ വന്നാണല്ലോ, അപ്പൊ ഞാൻ പറയാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് അങ്ങനെ ചോദിച്ചെന്ന് പറയും, നമ്മളോട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുപോലെ മാത്യുവിന്റെ അടുത്ത് വേറെ പണിയൊന്നും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യണം അല്ലേ? ഇതാണ് എനിക്ക് തോന്നുന്നു, നമ്മളൊരു ബിഗ് സ്റ്റാർ ഒക്കെ ആവണം, അപ്പൊ പിന്നെ അവർക്ക് നമ്മളെ അറിയാം. അല്ലാതെ പോകുമ്പോഴത്തേക്കും പിള്ളേരെന്തൊക്കെയോ ചെയ്യുന്നു ഇതൊക്കെ ഉള്ള രീതി. പിന്നെ എന്റെ കണ്ണില് ഇപ്പൊ ഏതൊരു ജോബിനായാലും ഏതൊരു കാര്യം ചെയ്യുന്നതിനായാലും അതിൻ്റെതായ പാടുകളുണ്ട്. അതിപ്പോ നമ്മള് സത്യം, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാള് അവര് ചെയ്യുന്ന ജോലി ഇത്രയും പാടാന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നു ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ പിന്നെ നമ്മൾ എല്ലാരും ഇരുത്തി പറഞ്ഞു കൊടുക്കാനും പറ്റില്ലല്ലോ. അതെ, എല്ലാവരുടെയും ചിന്താഗതി നമ്മളിപ്പോ അതാണ്, നമുക്ക് എല്ലാരെയും നമുക്ക് പറഞ്ഞ് കൊറേ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബെറ്റർ ഇപ്പോ എനിക്ക് ചൈതന്യയോട് ചോദിക്കാനുള്ള, ഇപ്പം പെട്ടെന്നൊരു ദിവസം ചൈതന്യയുടെ ഈ ഫെയിം ആണെങ്കിലും എല്ലാ ഫോളോവേഴ്സ് ആണെങ്കിലും പെട്ടെന്നൊരു ദിവസം വാനിഷ് ആയിപ്പോയി. അപ്പൊ ആരായിരിക്കും ചൈതന്യയുടെ ലൈഫിൽ കൂടെ നിന്ന് ചൈതന്യ ആരാണെന്ന് ചൈതന്യ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആ ഒരാള്, ലൈഫിൽ അങ്ങനെ എല്ലാത്തിനും കൂടെ നിൽക്കാൻ പോകുന്ന ആളാരായിരിക്കും? അമ്മ, അച്ഛൻ. അച്ഛൻ, അമ്മ, അച്ഛൻ അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള, നല്ല സപ്പോർട്ടാണ്. അമ്മയുടെ അച്ഛന്റെ അടുത്തുനിന്ന് എപ്പോഴും നോക്കി എടുക്കുന്ന ഒരു ക്വാളിറ്റി എന്താണ് ചൈതന്യ? എനിക്ക് ക്വാളിറ്റി എന്നല്ല, ഇപ്പം ഞാനെന്ന് പറയുന്നത് ഞാനിപ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടിട്ടാണ്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് അച്ഛനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അച്ഛൻ ചിന്തിക്കുന്ന പോലെയാണ് ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കതൊക്കെ ഞാനിപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിന് ഞാൻ ഭയങ്കര, അതായത് ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളല്ല ഞാനായിട്ടിരിക്കുന്നത്. അതെ അതെ, ആ ഒരു പേഴ്സണാലിറ്റിയിൽ ഹാപ്പിയാണ്. അതങ്ങനെ ആക്കിയത് എൻ്റെ അച്ഛനും അമ്മയുമാണ്, ഞാനായിട്ടല്ല അങ്ങനെ പറയുന്നത്. അവരാണ് എനിക്ക് തെറ്റ് ചെയ്താ ശരി ചെയ്താ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. അശ്വതിന്റെ ജീവിതത്തിൽ അതേപോലെ എല്ലാത്തിനും എന്തൊക്കെ ഉണ്ടായാലും അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാത്തിനും അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ആ കുറച്ചു പേര്, അല്ലെങ്കിൽ ആ ഒരാള്, അതാരായിരിക്കും? ആദ്യം പറയാം, കുറച്ചു പേരാ. പപ്പ, മമ്മി, പിന്നെ വൈഫ്, പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. അങ്ങനെ എനിക്കൊരു, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഭയങ്കര അധികം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എല്ലാ നമുക്ക് അതാണ് നമ്മുടെ ഇപ്പം എൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഞങ്ങൾ +2 മുതൽ തുടങ്ങിയ റിലേഷനാണ്, +2. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ പറയും, വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയും, ഞാൻ ആക്ടർ ആകാൻ പോവാണ്, ഇങ്ങനെയാണ്, ഇതായിരിക്കും എൻ്റെ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോ ഒരിക്കൽ പോലും അവള് മറ്റേ ഒരു ഡൗട്ടില്ലേ ഇത് രക്ഷപ്പെടുവോ അങ്ങനത്തെ അന്ന് ഒരിക്കലും അവള് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, എൻ്റെ കൂട്ടുകാർക്കിടയിൽ പറയാം, കൂട്ടുകാർക്കും അറിയാം ഞാൻ ഇതിൽ പോകുന്നത്. പിന്നെ പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ ആ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും തമാശക്ക് പറയും, പണ്ട് മമ്മി പ്രാർത്ഥിക്കും, ഇവന്റെ സിനിമ പ്രാന്ത് നിക്കണേന്ന് പറയും. അതേ മമ്മി ഇപ്പൊ പ്രാർത്ഥിക്കും, ഇവന്റെ സിനിമ കിട്ടണേന്ന് പ്രാർത്ഥിക്കും.
അവർക്കെന്ന് പറയുമ്പോ അവര് നമ്മളെ ഒന്ന് സേഫ് ഇതിലോട്ട് എത്തിക്കാനുള്ളതാണ്. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഇവരൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡ്രീമിന് പോകാൻ പറ്റുന്നതെന്ന് പറയുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചൈതന്യ, ഇന്ദ്രൻ സേട്ടനായിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? ഇന്ദ്രൻ സേട്ടൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അല്ലാതെ സെറ്റിൽ ഇന്റർവ്യൂസ് ഒക്കെ പോകുമ്പോൾ പറയാറുണ്ട് ആള് ഇങ്ങനെ ഇരുന്നാലും ഭയങ്കര ആറ്റം ബോംബ, ഭയങ്കര കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പറയും എന്നൊക്കെ. ഇന്ദ്രൻ സേട്ടനായിട്ടുള്ള സെറ്റിൽ ഒരു മെമ്മറി പറയോ? ഷെയർ. ഇന്ദ്രൻ ചേട്ടനുമായിട്ട് ഇന്ദ്രൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല, കണ്ടതുമില്ല. എനിക്കായിരുന്നു ആ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയാട്ടോ ഇന്ദ്രൻ ചേട്ടൻ്റെ. അതായത് ഇവരുടെ ഇങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുമെന്ന് പറയോ, സ്വാഭാവികമായിട്ടും നമ്മുടെ ആക്ടിങ്ങും റിഫൈൻഡ് ആയിക്കൊണ്ട്. കാരണം ആക്ടിങ് നമ്മൾ എപ്പോഴും പറയുമല്ലോ, ആക്ടിങ് റിയാക്ടിങ് ആണെന്ന്. അപ്പോൾ ഒരാൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ആ മീറ്റർ ചിലപ്പോൾ നമുക്കും അതേ മീറ്ററിലോട്ട് നമുക്കും കയറാൻ ഒക്കെ അവസരം. ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് ഒരു നല്ല ഒരു സീൻ. എനിക്ക് ആക്ച്വലി ആ സീന് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച ആ ഒരു ഒന്നിച്ചൊരു സീനുണ്ട്, അത് എൻ്റെ റിയൽ ലൈഫിൽ കുറെ നടന്നിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ ഇതിനകത്തൊരു പ്രൊഡ്യൂസറിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, ഇപ്പം കഥ പറയാൻ പോകുന്നത് എനിക്ക് റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള. അത്രയും നേരം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഇന്ദ്രൻ ചേട്ടൻ പെട്ടെന്ന് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ പ്രൊഡ്യൂസറിന്റെ രീതിയിലോട്ട് നമ്മളോട് പെരുമാറുന്നതും. അശ്വിൻ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണല്ലേ റൊണാൾഡോ, റിയൽ ലൈഫ് ആയിട്ടല്ലേ ഇത്തിരി കണക്ട് ചെയ്യാൻ. അതാ പറയുന്നത്, സിനിമ മാത്രമല്ല കേട്ടോ, ഇത് പാഷന്റെ പുറകെ കിടക്കുന്ന എല്ലാവർക്കും കണക്ട്. ഈ ഒരു ലൈൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, സിനിമയ്ക്കകത്ത് മറ്റു സിനിമകളുണ്ട്, മറ്റു കഥകളുണ്ട്, അത് കണക്ട് ആവുന്ന വേറെ ചില ഒരുപാട് ജോണേഴ്സ് വരുന്നുണ്ട്. ത്രില്ലർ ഉണ്ട് ഇതിനകത്ത്, റൊമാൻസ് ഉണ്ട്, എല്ലാം പോകുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിന്ന് ഒരുപാട് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇപ്പൊ ഇവരുടെ കൂടെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ റിയാക്ഷൻ കണ്ട് വണ്ടർ അടിച്ചു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മള് ഇപ്പം ഒരു വൈഡ് എടുത്തോണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഫ്രെയിമിലാണെങ്കിൽ നമ്മളും പെർഫോം ചെയ്യണമെന്നുള്ളത് നമ്മൾ നിൽക്കില്ല. അല്ലാതെ നമുക്ക് ഈ സജഷൻ ഷോട്ട്സ് ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇവരുടെ പെർഫോമൻസ് കാണാം. അപ്പം ചിലപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ലുക്ക് കൊടുക്കുന്ന വേറെ അടുത്തായിരിക്കും, പക്ഷെ എന്നിട്ട് നമ്മളോട് നോക്കി പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ അവര് പെർഫോം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസിന്റെ ഇത് ഇങ്ങനെയുള്ളവരോട് അഭിനയിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവര് ചിലപ്പം നമ്മളോട് ഒറ്റ വരിയിൽ അവർ ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയും. പക്ഷെ അത് അവര് കുറെ നാളെടുത്തിട്ട് അവർ സംഭവമായിരിക്കും. അതാണ് ഇങ്ങരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള ഗുണം. അപ്പൊ എന്നാ നമ്മുടെ സിനിമയുടെ റിലീസ് എന്നായിരിക്കും? 25th ജൂലൈ 25 റിലീസ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഈ മൂവി ഒരുപാട് സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് എന്തായാലും അവർക്കും ഒരു നാൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഈ സിനിമ റിയലി നടന്ന് ഇതിന്റെ റിനോ ചേട്ടൻ, ഇതില് പ്രൊഡ്യൂസ് ചെയ്തവര്, ഇവരെല്ലാരും തന്നെ അവർക്കൊരു നല്ല സിനിമ ചെയ്യണം. അവരൊരു ബിസിനസ് മൈൻഡിലല്ല, അവർക്കൊരു നല്ലൊരു സിനിമ ചെയ്യണം. ആ സിനിമ എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വന്നതാണ്. ഒരു അതിനെ ഒരു ജേർണി ഉണ്ട് ഈ സിനിമ ഉണ്ടായതും സംഭവിച്ചതും. ഈ സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന് പറയുമ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് അത്ര ടൈമും എഫേർട്ടും എല്ലാം എടുക്കും. റിനോയ് ചേട്ടൻ ഒറ്റൊരു ഫോക്കസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, സിനിമ ചെയ്യണം. അതാണ് ഈ കാരണം ഒരു സിനിമയ്ക്കകത്ത് പല സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, ത്രില്ലറും ഇതും ഒക്കെ പല രീതിയിൽ അത് എടുക്കണം. ഈ സിനിമ എടുത്ത പോലെ ആയിരിക്കില്ല ആ സിനിമ എടുക്കുന്നത്. അങ്ങനെ അപ്പൊ പ്രൊഡ്യൂസേഴ്സും അവരെല്ലാം അവരുടെ കൂടെ കട്ടക്കി നിൽക്കണം. അങ്ങനത്തെ ഒരു ടീമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു നല്ലൊരു ആകട്ടെ, നല്ല മൂവി ആയിട്ട്. നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ കാണാനായിട്ട്. അപ്പൊ എന്തായാലും സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ ഈ ഒരു മൂവി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.